ഹായ്, നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കാറുള്ള രണ്ട് വേർഡ്സാണ് വോൾട്ടേജും പവറും. അപ്പോൾ അത് തമ്മിലുള്ള എന്താണ് റിലേഷൻ എന്ന് നോക്കാം. ഒരു ഉപകരണത്തിൻ്റെ പവർ രേഖപ്പെടുത്തുമ്പോൾ അതോടൊപ്പം അത് പ്രവർത്തിക്കുന്നതിനാവശ്യമായ വോൾട്ടേജും രേഖപ്പെടുത്തിയിരിക്കും. 230 വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന പവറാണ് നമ്മുടെ രാജ്യത്ത് വൈദ്യുതോപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 230 വോൾട്ടിനേക്കാൾ ഉയർന്ന വോൾട്ടതയിലോ താഴ്ന്ന വോൾട്ടതയിലോ ഉപകരണം പ്രവർത്തിച്ചാൽ പവറിന് വ്യത്യാസം വരും. അതായത് വോൾട്ടേജ് കൂടിയാൽ പവർ കൂടുകയും വോൾട്ടേജ് കുറഞ്ഞാൽ പവർ കുറയുകയും ചെയ്യുന്നു. ഇത് ഉപകരണങ്ങളിൽ കേടുപാടുകൾ ഉണ്ടാക്കുന്നു. രാജ്യങ്ങൾ അവരുടെ പവർ വിതരണ വോൾട്ടേജിനനുസരിച്ചിട്ടാണ് വൈദ്യുതോപകരണങ്ങളും അവയുടെ പവറും രൂപകൽപ്പന ചെയ്യുന്നത്. എല്ലാ വൈദ്യുതോപകരണങ്ങളിലും അതിനാവശ്യമായ വോൾട്ടേജും അതിൻ്റെ പവറും രേഖപ്പെടുത്തിയിരിക്കും. ഓരോ ഉപകരണത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്ന വോൾട്ടേജിൽ പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ആ ഉപകരണത്തിൽ സൂചിപ്പിച്ച പവർ ലഭ്യമാകുന്നത്. വൈദ്യുതോപകരണങ്ങൾ ഉപയോഗിക്കുന്ന യഥാർത്ഥ പവർ ആണ് വാട്ട്. വാട്ട് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റാണ്. വാട്ട് അളവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണമായി ബൾബുകൾ, ഇലക്ട്രിക് അയൺ മുതലായവ. എന്നാൽ വൈദ്യുതി സപ്ലൈ ചെയ്യുന്ന ഉപകരണങ്ങൾ അതിന് സപ്ലൈ ചെയ്യാൻ കഴിയുന്ന പവർ വോൾട്ട് ആംപിയറിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിങ്ങനെയാണ് VA എന്നുള്ള ഇതിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണമായി UPS, സോളാർ പാനൽ എന്നിവ. താങ്ക്